They have no anti-aircraft equipment. Their radar is 100% annihilated. We are unstoppable as a military force. അവർക്ക് ആൻറ്റി എയർക്രാഫ്റ്റ് എക്യുപ്മെൻറ്റുകളില്ല. അവരുടെ റഡാർ 100% നശിപ്പിച്ചു. ഒരു മിലിറ്ററി ഫോഴ്സ് എന്ന നിലയിൽ നമ്മളെ ആർക്കും തടയാനാവില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ട്രംപ് പറഞ്ഞതാണ് ഇത്. അത് പറഞ്ഞ് വായടച്ചില്ല. മിനിഞ്ഞാന്ന് ദുഃഖവെള്ളിയാഴ്ച ദിവസം അമേരിക്കയുടെ 4 യുദ്ധവിമാനങ്ങളാണ് ഇറാൻ തകർത്ത് തരിപ്പണമാക്കിയത്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഏറ്റവും നഷ്ടം വന്ന, ട്രംപിന് ഏറ്റവും നാണക്കേടുണ്ടാക്കിയ ദിവസമാണ് 3-ാം തീയതി വെള്ളിയാഴ്ച. അവർക്ക് ആർമിയില്ല, നേവിയില്ല, എയർഫോഴ്സ് ഇല്ല. അവരുടെ നേതാക്കളെ പരിപൂർണമായി നശിപ്പിച്ചു എന്ന് ദിനം തോറും യാതൊരു നാണവുമില്ലാതെ ട്രംപ് കല്ല് വെച്ചാൽ കുരുക്കാത്ത നുണ പറയുന്ന അവസരത്തിലാണ് ശക്തമായ തിരിച്ചടി ഇറാൻ നൽകിയത്. ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായി കാണുകയും അവലോകനം ചെയ്യുകയും ചെയ്യാം. ഈ മാസം അവസാനത്തോടുകൂടി 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സിൽ എത്തണം എന്നുള്ള ഒരു ലക്ഷ്യം, ടാർഗറ്റാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അതിനാൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇറാൻ യുദ്ധത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലെല്ലാം 100 കണക്കിന് ഫേക്ക് ന്യൂസുകളാണ് ദിനം പ്രതി വരുന്നത്. യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ, യാതൊരു നാണവുമില്ലാതെയാണ് വ്യൂസ് ലഭിക്കുന്നതിന്, പണം ഉണ്ടാക്കുന്നതിനു വേണ്ടി ആളുകൾ ഫേക്ക് ന്യൂസുകൾ പടച്ചുവിടുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ ഈ യുദ്ധത്തെക്കുറിച്ച് അധികം വാർത്തകൾ കൊടുക്കാത്തത് എന്ന്. ഇതേ കാരണത്താൽ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന 95% കാര്യങ്ങളും, ഇന്ത്യയിലെ ദേശീയ മീഡിയകൾ ഇതേക്കുറിച്ച് കൊടുക്കുന്ന 95% കാര്യങ്ങളും വെറും ഫേക്ക് ന്യൂസുകളാണ്. എന്നാൽ നമ്മുടെ ചാനൽ ഉത്തരവാദിത്വത്തോടെ കൃത്യമായ വാർത്തകൾ മാത്രമേ കൊടുക്കുകയുള്ളൂ. വേറൊരു അവസരത്തിൽ ട്രംപ് പറഞ്ഞത് കേൾക്കാം. I don't like to say this. We've won this. This war has been won. The only one that likes to keep it going is the fake news. I mean, the New York Times, you read the New York Times, it's like we're not winning a war where they have no Navy and they have no Air Force and they have no nothing. And we literally have planes flying over Tehran and other parts of their country. They can't do a thing about it. ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഈ യുദ്ധം ജയിച്ചു. ഈ യുദ്ധം ഓൾറെഡി വിജയിച്ചതാണ്. ഈ യുദ്ധം തുടർന്നുകൊണ്ടു പോകുന്നത് ഫേക്ക് ന്യൂസുകൾ മാത്രമാണ്. ന്യൂയോർക്ക് ടൈംസ് വായിച്ചാൽ നമ്മൾ ഈ യുദ്ധം വിജയിച്ചില്ല എന്ന് തോന്നും. എന്നാൽ അവർക്ക് നാവികസേനയില്ല, എയർഫോഴ്സ് ഇല്ല, അവർക്ക് ഒന്നും ബാക്കിയില്ല. അക്ഷരാർത്ഥത്തിൽ തന്നെ നമ്മുടെ യുദ്ധവിമാനങ്ങൾ ടെഹ്റാനിന് മുകളിലൂടെ പറക്കുകയാണ്, അതുപോലെ ഇറാനിലെ മറ്റു ഭാഗങ്ങളിലൂടെയും. എന്നാൽ അവർക്ക് ഇതിനെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതായത് ഇറാനെ പരിപൂർണമായി നശിപ്പിച്ചു, അവർക്ക് യാതൊരു സൈനിക ബലവും ബാക്കിയില്ല, യുദ്ധം പണ്ടേ തീർന്നതാണ് എന്നാണ് യാതൊരു സങ്കോചവും മടിയുമില്ലാതെ ട്രംപ് നുണ പറയുന്നത്. എന്നാൽ 3-ാം തീയതി വെള്ളിയാഴ്ച മാത്രമായി അമേരിക്കയുടെ 4 യുദ്ധവിമാനങ്ങൾ ഇറാൻ ഡ്രോണുകൾ ഉപയോഗിച്ചും വെടിവെച്ചും തകർത്തു. ഈ യുദ്ധം തുടങ്ങി ആദ്യമായാണ് അമേരിക്കൻ സേനയ്ക്ക് ഒറ്റ ദിവസത്തിൽ ഇത്ര വലിയ നഷ്ടവും നാണക്കേടും ഉണ്ടാകുന്നത്. 4 വിമാനം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ശരിയല്ല. 2 യുദ്ധവിമാനങ്ങളും 2 ഹെലികോപ്റ്ററുകളുമാണ് ഇറാൻ തകർത്തത്. ഇന്ത്യൻ മാധ്യമങ്ങളും അമേരിക്കൻ മാധ്യമങ്ങളുമായുള്ള വ്യത്യാസം എന്താണ് എന്ന് വെച്ചാൽ, അമേരിക്കൻ മാധ്യമങ്ങൾ യാതൊരു മടിയും കൂടാതെ കൃത്യമായ വാർത്തകൾ നൽകും എന്നുള്ളതാണ്. അമേരിക്കയുടെ വിമാനം ഇറാൻ തകർത്തതിൻ്റെ വാർത്തകൾ എല്ലാ അമേരിക്കൻ മാധ്യമങ്ങളും കൃത്യമായി കൊടുത്തു എന്നുള്ളതാണ് വസ്തുത. ഇത് ട്രംപിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ പരിപൂർണമായി റിപ്പബ്ലിക്കൻ ചാനലായ ഫോക്സ് ന്യൂസ് കൊടുത്ത വാർത്തയാണ്. അമേരിക്കയുടെ 15E ഫൈറ്റർ ജെറ്റ് ഇറാൻ വെടിവെച്ചിട്ടു എന്നതിനെക്കുറിച്ച് പ്രസിഡന്റ് ട്രംപിനോട് ബ്രീഫ് ചെയ്തു എന്ന്. ഇറാൻ തകർത്ത ആദ്യ യുദ്ധവിമാനം F-15E യുദ്ധവിമാനമാണ്. 2 പൈലറ്റ്മാരായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. മിസൈൽ വന്ന് പതിച്ച് ഇത് തകരുന്ന നിമിഷത്തിൽ പൈലറ്റുമാർ സേഫായി ഇജക്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ F-15 യുദ്ധവിമാനത്തിനെ ഇറാനിലെ മിസൈലുകൾ തകർക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്. ഇതിൽ നമുക്ക് വ്യക്തമായി കാണാം ഒരു പൈലറ്റ് ഇതിൽ നിന്ന് സേഫായി ഇജക്റ്റ് ചെയ്യുന്നത്. എന്നാൽ 2 പൈലറ്റുമാരും ഇജക്റ്റ് ചെയ്തു എന്നുള്ളതാണ് വസ്തുത. ഇറാൻ മീഡിയ പുറത്തുവിട്ട അതിൻ്റെ സീറ്റിൻ്റെ ദൃശ്യങ്ങളാണ് ഇത്. ഇടതുവശത്ത് കാണുന്നത് ഒറിജിനൽ സീറ്റ്, വലതുവശത്ത് കാണുന്നത് ഇജക്റ്റ് ചെയ്ത സീറ്റ് ഇറാനിൽ പതിച്ചതിൻ്റെ കൃത്യമായ ദൃശ്യങ്ങളാണ്. അതുപോലെ മീഡിയകൾക്ക് ലഭിച്ച ഈ തകർന്ന യുദ്ധവിമാനത്തിൻ്റെ ചിത്രങ്ങളിൽ നിന്നുമാണ്
ഇത് F-15E ഫൈറ്റർ ജെറ്റ് ആണ് എന്ന് കൺഫേം ചെയ്തത്. ഇറാനിലെ ചില മീഡിയകളും കുറേയേറെ ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കുന്നവരും പറഞ്ഞത് ഇത് F-35 ജെറ്റാണ് എന്നായിരുന്നു. പിന്നീട് ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ ഫ്ലൈറ്റ് A-10 വാർത്ത്ഹോഗ് ഇറാൻ വീഴ്ത്തിയത്. അതിന്റെ ദൃശ്യങ്ങൾ ഇറാൻ പങ്കുവച്ചതാണ് ഇത്. ഈ ഫ്ലൈറ്റിന്റെ പൈലറ്റ് സുരക്ഷിതമായി കുവൈറ്റിൽ ഇജക്റ്റ് ചെയ്തു. അതിന്റെ വാർത്തകൾ വിവിധ മീഡിയകളിൽ വന്നത് കണ്ടുകൊള്ളൂ. ന്യൂയോർക്ക് ടൈംസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഡിസ്ക്ലോസ് TV എക്സിൽ പങ്കുവച്ചതാണ് ഇത്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിന്റെ സമീപമായാണ് ഈ ഫ്ലൈറ്റ് തകർന്നു വീണത്. അമേരിക്കൻ മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റ് ഇതിന്റെ വാർത്ത കൊടുത്തിരിക്കുന്നതാണ് ഇത്. വെള്ളിയാഴ്ച 2 സെപ്പറേറ്റ് സംഭവങ്ങളിലായി അമേരിക്കയുടെ 2 മിലിറ്ററി എയർക്രാഫ്റ്റുകൾ വെടിവെച്ച് വീഴ്ത്തി. ഇറാനെതിരെയുള്ള യുദ്ധപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം വെടിവെച്ച് വീഴ്ത്തിയ F-15E യുദ്ധവിമാനത്തിലെ പൈലറ്റുമാരെ തെരഞ്ഞു കണ്ടുപിടിച്ച് രക്ഷിക്കുന്നതിനു വേണ്ടി വളരെയേറെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് അമേരിക്ക സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തിയത്. ഇറാനിന് മുകളിലൂടെ വളരെ താഴ്ന്നു പറന്നാണ് ഇവർ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തിയത്. ഇത്ര താഴ്ന്നു പറക്കുന്നതിനാൽ ലോക്കൽ ആളുകൾ, ട്രൈബൽ പോരാളികൾ തോക്കുകൾ ഉപയോഗിച്ച് ഈ ഹെലികോപ്റ്ററുകൾക്ക് നേരെ നിരന്തരമായി ആക്രമണം നടത്തി. ഇങ്ങനെ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നതും ഇറാനിയൻ ട്രൈബൽ പോരാളികൾ ഈ ഹെലികോപ്റ്ററുകൾ വെടിവെക്കുന്നതുമായ ചില ദൃശ്യങ്ങളാണ് ഇത്. ഇങ്ങനെ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തിയ 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളാണ് അവർ വെടിവെച്ച് വീഴ്ത്തിയത്. ആദ്യത്തെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ വെടിവെച്ചിടുന്ന ദൃശ്യങ്ങളാണ് ഇത്. രണ്ടാമത്തെ ഹെലികോപ്റ്റർ തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇത്. ഇതിലും നിങ്ങൾക്ക് കാണാം അതിന്റെ പൈലറ്റ് സേഫായി ഇജക്റ്റ് ചെയ്യുന്നത്. ഈ വാർത്തകൾ അമേരിക്കൻ മീഡിയയിൽ വന്നതിനെ ഉദ്ധരിച്ചുകൊണ്ട് അൽ ജസീറ കൊടുത്ത വാർത്തയാണ് ഇത്. റെസ്ക്യൂ മിഷനിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന 2 ഹെലികോപ്റ്ററുകൾക്ക് വെടിയേറ്റു എന്ന്. ഓർക്കണം, അമേരിക്കൻ മീഡിയകൾ ഇതെല്ലാം കൃത്യമായി കൊടുക്കുന്നുണ്ട്, അമേരിക്കയ്ക്ക് എതിരായുള്ള ന്യൂസ് ആയിട്ട് പോലും എന്ന്. F-15 ഒരു പൈലറ്റിനെ അമേരിക്ക സുരക്ഷിതമായി റെസ്ക്യൂ ചെയ്തു. അതിന്റെ വാർത്തകൾ വിവിധ മാധ്യമങ്ങളിൽ വന്നതാണ് ഇത്. വാഷിംഗ്ടൺ പോസ്റ്റ് കൊടുത്ത വാർത്ത, തകർന്ന US ഫൈറ്റർ ജെറ്റിന്റെ ഒരു ക്രൂ മെമ്പറെ രക്ഷിച്ചു, രണ്ടാമത്തെ ആൾക്ക് വേണ്ടി ഊർജിതമായ തിരച്ചിൽ നടക്കുകയാണ്. ഞാൻ ഈ വാർത്ത റെക്കോർഡ് ചെയ്യുന്ന ഈ സമയത്തും രണ്ടാമത്തെ പൈലറ്റിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം ഇറാന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത ന്യൂസുകളുണ്ട്. പക്ഷെ സത്യം എന്താണെന്ന് ആർക്കും കൃത്യമായി അറിയില്ല. ഇതിനെ തുടർന്ന് ട്രംപ് ഇറാനോട് അപേക്ഷിച്ചു 48 മണിക്കൂർ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്ന്. പൈലറ്റുമാരെ തെരഞ്ഞു കണ്ടുപിടിച്ച് രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ട്രംപ് ഇറാനോട് അപേക്ഷിച്ചത് 48 മണിക്കൂർ വെടിനിർത്തൽ നടത്തണമെന്ന്. ഇറാൻ പറഞ്ഞു പോയി പണി നോക്കാൻ. സ്കൈ ന്യൂസ് ഈ വാർത്ത കൃത്യമായി കൊടുത്തിരിക്കുന്നത് ആണ് ഇത്. അമേരിക്കയിലെ തന്നെ NBC ന്യൂസ് രണ്ടാമത്തെ യുദ്ധവിമാനം A-10 വീഴ്ത്തിയതിന്റെ വാർത്ത കൊടുത്തിരിക്കുന്നതാണ് ഇത്. ഇതിൽ പറഞ്ഞിരിക്കുന്നു ഇതിന്റെ പൈലറ്റ് സുരക്ഷിതമായി കുവൈറ്റ് എയർ സ്പേസിൽ ഇജക്റ്റ് ചെയ്തു എന്ന്. ഇറാൻ ശക്തമായാണ് പ്രതിരോധിക്കുന്നത്. ട്രംപിന്റെ ഭീഷണികൾക്കൊന്നും മുൻപിൽ അവർ വഴങ്ങുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അമേരിക്കയിലെ പ്രമുഖ ബെറ്റിംഗ് മാർക്കറ്റായ പോളി മാർക്കറ്റിന്റെ ഈ ട്വീറ്റ് കണ്ടോ? അമേരിക്കൻ ഒഫീഷ്യൽസുമായി സമാധാന ചർച്ച നടത്താൻ ഇറാൻ വിസമ്മതിച്ചു. അവർ പറഞ്ഞത് അമേരിക്കയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നാണ്. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഉടനെയെങ്ങും ഇറാൻ തുറക്കുകയില്ല എന്ന് US ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തു എന്നും ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നു. ഇതുപോലെ വലിയ തിരിച്ചടിയേറ്റ ദിവസം വൈകുന്നേരം 3:20 ട്രംപ് ട്വീറ്റ് ചെയ്തതാണ് ഇത്. എങ്ങനെയാ നമ്മൾ ഓയിൽ കീപ്പ് ചെയ്യണോ, അതായത് ഇറാനിലെ ഓയിൽ കീപ്പ് ചെയ്യണോ പിടിച്ചെടുക്കണോ എന്ന് ഇത്ര വലിയ സംഭവം നടന്നിട്ടും ഒന്നും സംഭവിക്കാത്ത പോലെ ട്വീറ്റ് ചെയ്യുക. സമ്മതിക്കണം, വൈറ്റ് ഹൗസ് ഇതിനെക്കുറിച്ച് ഇതുവരെ പത്രസമ്മേളനം നടത്തിയിട്ടില്ല. ഇന്ത്യയെ പോലെ ഒരു രാജ്യമല്ല അമേരിക്ക എന്ന് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഇന്ത്യയും പാകിസ്ഥാനുമായോ മറ്റൊരു രാജ്യവുമായി യുദ്ധം നടക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ആരെങ്കിലും എതിർത്ത് പറഞ്ഞാൽ അതിന്റെ ന്യൂസ് കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ എത്ര വിമാനങ്ങളാണ് നഷ്ടപ്പെട്ടത് എന്ന് ജനങ്ങളോട് പറയാൻ സർക്കാരോ മീഡിയകളോ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാൽ നിങ്ങൾ കണ്ടതാണല്ലോ അമേരിക്കയിലെ മീഡിയകളെല്ലാം ഈ ന്യൂസുകൾ കൊടുത്തത്. അതുപോലെ ഒരു പൈലറ്റിനെ സുരക്ഷിതമായി രക്ഷിച്ചു, ഒരാളെ ഇനിയും കണ്ടുപിടിക്കാനുണ്ടോ എന്നും വൈറ്റ് ഹൗസ് ഉൾപ്പെടെ കൃത്യമായി ജനങ്ങളോട് പറഞ്ഞു.
അമേരിക്കയിൽ ഈ യുദ്ധത്തിനെതിരെ വലിയ വികാരമാണ് ഉള്ളത്. ഇന്ത്യ നടത്തുന്ന യുദ്ധത്തിനെതിരെ ഇന്ത്യക്കാർ പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എത്ര ശതമാനം ആളുകളാണ് ഈ യുദ്ധത്തെ അനുകൂലിക്കുന്നത് എന്ന് കണ്ടുകൊള്ളൂ. 12 വിവിധ ഏജൻസികളുടെ പോളിംഗ് ആവറേജായി 39% പേർ അനുകൂലിക്കുന്നു എന്നും 55% പേർ എതിർക്കുന്നു എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും മുകളിലുള്ള ഏറ്റവും പുതിയ 3 പോളുകൾ കണ്ടുവല്ലോ. 36% പേർ അനുകൂലം, 61% പേർ എതിർക്കുന്നു. 25% ആളുകൾ അനുകൂലിക്കുന്നവരെക്കാൾ കൂടുതലായുണ്ട്. രണ്ടാമത്തേതിൽ 33% ആളുകൾ മാത്രം അനുകൂലിക്കുമ്പോൾ 58% പേർ എതിർക്കുന്നു. അനുകൂലിക്കുന്നവരെക്കാൾ ഇതിലും 25% കൂടുതൽ പേർ എതിർക്കുകയാണ്. CNN-ന്റെ 3ാമത്തെ പോൾ പറഞ്ഞിരിക്കുന്നത് 36% പേർ അനുകൂലിക്കുന്നു, 64% പേർ എതിർക്കുന്നു. നെറ്റായി എതിർക്കുന്നവർ അനുകൂലിക്കുന്നവരെക്കാൾ 28% കൂടുതൽ. അതായത് അമേരിക്കയിലെ വെറും 35% പേർ മാത്രമാണ് ഈ യുദ്ധത്തെ അനുകൂലിക്കുന്നത്. 65% ആളുകളും 2% ആളുകളും ട്രംപിന്റെ ഈ യുദ്ധത്തെ എതിർക്കുകയാണ്. ഇന്ത്യയിൽ ഇത് നമുക്ക് ചിന്തിക്കാനാവുമോ? ട്രംപിന്റെ ഏറ്റവും അവസാനത്തെ ട്വീറ്റ് കൂടി കണ്ടുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ട്രംപ് ട്വീറ്റ് ചെയ്തതാണ് ഇത്. ഞാൻ ഇറാന് ഒരു ഡീൽ ഉണ്ടാക്കുന്നതിനും സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് തുറക്കുന്നതിനും വേണ്ടി 10 ദിവസമാണ് കൊടുത്തത്. സമയം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. 48 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഇറാനിൽ സർവനാശം വിതയ്ക്കും. ദൈവത്തിന് സ്തുതി. സമ്മതിക്കണം, 48 മണിക്കൂറിനുള്ളിൽ ഒരു ഡീൽ ഉണ്ടാക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് തുറന്നില്ലെങ്കിൽ ഇറാനെ പരിപൂർണമായി നശിപ്പിക്കും. ദൈവത്തിന് സ്തുതി എന്ന്. ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്ന ആളെ ദൈവമുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക? എന്നാൽ ഇതുകൊണ്ടൊന്നും ഇറാൻ വഴങ്ങുകയില്ല എന്ന് 100% ഉറപ്പാണ്. അവർ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, അമേരിക്കയുടെ കണ്ടീഷൻസ് ഒന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന്. തിങ്കളാഴ്ചയോടുകൂടി എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് ദൈവത്തിനറിയാം. ഈ യുദ്ധം ആദ്യത്തെ ദിവസം തന്നെ ജയിച്ചു എന്ന് പറഞ്ഞ ട്രംപാണ് ഇങ്ങനെ പറയുന്നത്. എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.